അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിപ്പം എന്ത് കാര്യവും ചെയ്യാനൊരുങ്ങുമ്പം അതിനൊക്കെ ഒരു മുടക്കം വരിക. എന്ത് കാര്യം ചെയ്യാൻ നോക്കിയാലും അതിലൊന്നും ഒരു ബർക്കത്തില്ല. ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന വാതിലുകളും നാം ഇനി ഒരിക്കലും അത് ശരിയാവില്ല എന്ന് കരുതിയാലും ആ ഒരു പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമാണ് ഇന്ന് പറയുന്നത് കേട്ടോ, ഇൻഷാ അല്ലാ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ചെയ്യാൻ. ഇത് അനുഭവം കിട്ടിയ ഒരു ആയത്താണ്, ഒരു സൂറത്തിനെ കുറിച്ചാണ്, അതുപോലെ ഒരു ഇസ്മിനെ കുറിച്ചും കൂടിയാണ് പറയുന്നത്. കാരണം ഒരു ഉമ്മ എന്നോട് പറഞ്ഞതാണ്, ആ ഉമ്മാൻ്റെ മോൻക്ക് കല്യാണം എത്രയോ വന്നിട്ടും കല്യാണം ശരിയാവുന്നില്ല. മോന് നല്ല ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലിയുണ്ട്, അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് ഉയർന്നൊരു ഫാമിലിയാണ്, നല്ലൊരു ഫാമിലി ആയിരുന്നു. എന്നാലും കല്യാണമൊക്കെ നല്ല നല്ല ആലോചനകൾ വന്നാലും അതൊക്കെ ശരിയായി എന്ന് അവർ കരുതുമ്പോഴും പിറ്റേന്ന് അവർ ഫോൺ വിളിച്ച് പറയും അത് ശരിയാവില്ല എന്ന്. അങ്ങനെ ഒരുപാട് പ്രയാസത്തിലായിരുന്നു അവർ. ആ മോന് ഗൾഫിൽ നിന്നും നാട്ടിൽ വന്ന് പിന്നെ ജോലിയൊക്കെ ഇവിടെ ആയതിനു ശേഷം പിന്നെ ഗൾഫിലേക്ക് പോയിട്ടില്ല. കല്യാണം കഴിക്കുക എന്ന് കരുതി നാട്ടിൽ ജോലിയൊക്കെ കിട്ടി ഇവിടെ നിന്നതാണ്. അങ്ങനെ എത്രയായിട്ടും കല്യാണം ശരിയാവുന്നില്ല. അങ്ങനെ ഈ ഉമ്മാനോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് നിങ്ങളോടും ഇത് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയാനുള്ള കാരണം, നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ഒരുപാട് പേര് കല്യാണം ശരിയാവുന്നില്ല, മോൻ്റെ കല്യാണം ശരിയാവുന്നില്ല, ദുആ ചെയ്യണം, അതുപോലെ മോളെ കല്യാണം ശരിയാവുന്നില്ല എന്നൊക്കെ കമൻറ്റിൽ കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊരു ഉപകാരമാവും. കാരണം ഇത് നിങ്ങൾ നല്ല തഖ്വയോട് കൂടി നിങ്ങളും ചെയ്യണം. ആ ഉമ്മ പറഞ്ഞത് ഒരു 8-9 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ആത്മാർത്ഥതയോട് കൂടി ആ ഒരു കല്യാണക്കാര്യമാണെങ്കിൽ ആ ഒരു കല്യാണക്കാരെ മനസ്സിൽ നിങ്ങൾ വെച്ചിട്ട് ആ പ്രയാസത്തോട് കൂടിയിട്ട് ചെയ്താൽ മതി കേട്ടോ. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സിൽ പണം കൊടുത്തു, അത് തിരിച്ചു കിട്ടാത്തവർ ഈ പറയുന്നത് പോലെ ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ചെയ്തു നോക്കിട്ടോ, ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭർത്താവിൻ്റെ അടുത്ത് പോവാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് കുറേ ആയി നോക്കുന്നു, വിസ ശരിയാവുന്നില്ല, എന്തോ ഒരു തടസ്സം പോലെ, എന്താണെന്നറിയില്ല, എല്ലാത്തിനും ഒരു മുടക്കം എന്നൊക്കെ. അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. ആത്മാർത്ഥമായിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ, എന്നാലല്ലേ അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നല്ലൊരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ച, ചിലപ്പോൾ നമ്മൾ കരുതും ഇനി അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് വരെ കരുതിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയ ഒരു അനുഭവമാണ് ഈ ഒരു ആയത്തിനും ഈ പറയുന്ന ഒരു ഇസ്മിനുമുള്ളത്. എല്ലാത്തിനും ഒരു തടസ്സം അങ്ങനെയൊക്കെ ഉള്ളവർ ഇതിൽ പറയുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എൻ്റെ അടുത്ത് ഞാൻ അറിയുന്ന ഒരു ഉമ്മാക്ക് ഫലം കിട്ടി, അനുഭവിച്ചറിഞ്ഞതാണ് ഈ സൂറത്ത്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് സൂറത്ത് ഏതാണെന്ന് നോക്കാം. സൂറത്തുൽ ഫത്തഹ് ആണ് ഖുർആനിൽ. ഇത് സൂറത്തുൽ ഫത്തഹാണ് ഓതേണ്ടത്. ഇത് ഓതേണ്ടതൊക്കെ പറയാം. ഇത് ഓതുന്ന സമയത്ത് ഖുർആനിൽ നോക്കിക്കൊണ്ട് വുളുവോട് കൂടിയിട്ട് നിങ്ങൾ ഇശാ മഗ്രിബിൻ്റെ ഇടയിലായിട്ട് ആരോടും സംസാരിക്കാതെ പാരായണം ചെയ്യുക. വുളു എടുത്ത് ഖുർആനിൽ നോക്കിക്കൊണ്ട് നല്ല ആത്മാർത്ഥതയോട് കൂടി ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ആരോടും സംസാരിക്കാതെ ഇത് നിങ്ങൾ പാരായണം ചെയ്യുക. അങ്ങനെ നിങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്നിങ്ങനെ നിങ്ങൾ 489 തവണ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണം. മനസ്സിലായില്ലേ? സൂറത്തുൽ ഫത്തഹ് ഇശാ മഗ്രിബിൻ്റെ ഇടയിലായിട്ട് ആരോടും സംസാരിക്കാതെ പാരായണം ചെയ്യുക. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ആരോടും സംസാരിക്കാതെ നിങ്ങൾ സൂറത്തുൽ ഫത്തഹിനെ പാരായണം ചെയ്തതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാം തുറന്നു തരുന്ന റബ്ബേ എന്ന് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ദിക്ർ 489 തവണ ഈ ദിക്ർ, ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലണം. ഇത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് കാര്യമാണോ, എന്ത് ആഗ്രഹമാണോ മനസ്സിൽ വെക്കുക. എന്തിനാണോ നിങ്ങൾ ഇത് ചൊല്ലുന്നത്, കല്യാണം ശരിയാവാഞ്ഞിട്ടാണോ അങ്ങനെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രയാസമാണോ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് 489 തവണ
യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്ന് സൂറത്തുൽ ഫത്തഹ് ഇഷാ മഗ്‌രിബിൻ്റെ ശേഷം സൂറത്തുൽ ഫത്തഹ് ഓതുക. എന്നിട്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന് 489 തവണ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുക. ഇങ്ങനെ നിങ്ങൾ എത്ര ദിവസമാണ് ചൊല്ലേണ്ടത് അറിയും? 21 ദിവസമാണ് ഇത് ചൊല്ലേണ്ടത്. 21 ദിവസം. ഇത് തുടർച്ചയായിട്ട് 21 ദിവസം ചൊല്ലണം കേട്ടോ. അങ്ങനെയാണ് ചെല്ലേണ്ടത്. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ തന്നെ ഇത് ചെല്ലണം, അത് നിർബന്ധമാണ്. ഇനി ഓരോ സലാത്തും ദിക്റും ഒക്കെ പറയുന്നവർ ഇങ്ങനെ ചോദിക്കും, എപ്പോഴാണ് ചൊല്ലേണ്ടത്? മഗ്‌രിബിൻ്റെ ശേഷമാണോ അല്ലെങ്കിൽ സുബഹിക്ക് ചൊല്ലിയാൽ മതിയോ? സമയം ഈ സമയത്ത് തന്നെ ചെല്ലണം എന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഇത് നിർബന്ധമായിട്ടും ഈ പറഞ്ഞ സമയത്തും ഈ പറഞ്ഞ എണ്ണത്തിലും വേണം ചെല്ലാനും. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വുളുവോട് കൂടിയിട്ട് സൂറത്തുൽ ഫത്തഹ് ഖുർആനിൽ നോക്കിക്കൊണ്ട് തന്നെ ഓതുക. എന്നിട്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന ദിക്റിനെ 489 തവണ ചൊല്ലുക. അങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലി നോക്കുക. എന്നിട്ട് നിങ്ങളെ പ്രയാസം നിങ്ങൾ ഈ ദിക്ർ ചെല്ലുന്ന സമയത്തും ഈ പാരായണം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്തിനാണോ ഇത് ചെല്ലുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അനുഭവിച്ചറിയാവുന്നതാണ്. കാരണം മനസ്സിൽ നല്ല തഖ്വ വേണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇതിൽ പറഞ്ഞ എണ്ണത്തിനനുസരിച്ച് തന്നെ വേണം ചെയ്യാൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നേടാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക. കുറേ പേരുണ്ട് കല്യാണം കുറേ വരുന്നുണ്ട്, കല്യാണം ശരിയാവുന്നില്ല എന്നൊക്കെ കമൻറ്റിൽ പറയാറുണ്ട്. അങ്ങനെ ഒരു ഉമ്മ ഇതുപോലെ തന്നെ ഒരു ഉമ്മ ഓതിയിട്ട് ആ ഉമ്മയുടെ മോൻ്റെ കല്യാണം ശരിയായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഈ വീഡിയോ ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ കമൻറ്റിൽ കുറേ പേർ പറഞ്ഞത് ദുആ ചെയ്യാൻ പറയുന്നത് കണ്ടിട്ടുണ്ട്, കല്യാണം ശരിയാവാൻ ദുആ ചെയ്യണമെന്നൊക്കെ. ഈ ഇസ്മ ചൊല്ലി ആ ഉമ്മാൻ്റെ മോൾക്ക് നല്ല കല്യാണം ശരിയായി എന്നാണ് പറഞ്ഞത്. ഇതേപോലെ സൂറത്തുൽ ഫത്തഹ് ഓതി ഈ ഇസ്മ പറഞ്ഞതുപോലെ 21 ദിവസമാവുന്നതിൻ്റെ മുന്നേ തന്നെ അവർക്ക് അതിനുള്ള ഫലം കിട്ടി. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കുക. നിങ്ങൾ എന്ത് ചൊല്ലുമ്പോഴും ഏത് സ്വലാത്ത് പറയുന്ന സമയത്തും അതുപോലെ ദിക്ർ പറയുന്ന സമയത്തും ആയത്ത് ഓതാൻ പറയുന്ന സമയത്തുമൊക്കെ നമ്മുടെ മനസ്സിൽ നല്ല ആത്മാർത്ഥത വേണം, നല്ല തഖ്വ വേണം. എന്നാലല്ലേ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അല്ലാതെ മനസ്സിൽ ഇത് ചെയ്താൽ കിട്ടുമോ, ചെയ്യണോ, കിട്ടലുണ്ടാവില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ട് നമുക്ക് ഫലം കിട്ടില്ല. പിന്നെ പ്രധാനമായിട്ടും ഒരു വക്ത് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കുകയും വേണം. നിസ്കാരം നല്ല തഖ്വയോട് കൂടി അതിനെ പിന്തിരിപ്പിക്കാതെ അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുകയും വേണം. പിന്നെ നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ശേഷം ചെല്ലുന്ന തസ്ബീഹുകൾ, സ്വലാത്തുകൾ, ഖുർആൻ പാരായണം അതൊക്കെ ഓതുകയും ചെയ്യുകയും വേണം. അതിൻ്റെ ശേഷമാണ് മഗ്‌രിബ് നിസ്കരിച്ചതിൻ്റെ ശേഷം സൂറത്ത് ഫത്തഹ് ഖുർആൻ നോക്കിക്കൊണ്ട് തന്നെ ഓതുക. സൂറത്തുൽ ഫത്തഹിനെ ഖുർആനിൽ നോക്കിക്കൊണ്ട് തന്നെ ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ ആരോടും സംസാരിക്കാതെ പാരായണം ചെയ്തതിന് ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്നത് 489 തവണ നിങ്ങൾ ഈ ഒരു ഇസ്മിനെ ചൊല്ലിയിട്ട് തുടരെയായിട്ട് 21 ദിവസം ചൊല്ലുക. എന്നിട്ട് നിങ്ങളുടെ കല്യാണം ശരിയാവാത്ത പ്രയാസമാണോ നിങ്ങൾക്കുള്ളത്, അത് നിങ്ങൾ ഈ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം അനുഭവത്തിൽ അറിയാവുന്നതാണ്. അത്രക്കും ഫലം കിട്ടുന്ന ഒന്നാണ് സൂറത്തുൽ ഫത്തഹിനെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അല്ലേ. പിന്നെ അള്ളാഹിൻ്റെ ഇസ്മും കൂടിയാണിത്. ഇതിൻ്റെ അർത്ഥം തന്നെ ഞങ്ങൾക്ക് എല്ലാം തുറന്നു തരുന്ന റബ്ബേ എന്നാണ്. ഞങ്ങൾക്കെല്ലാം തരുന്ന റബ്ബേ, എല്ലാം തുറന്നു തരുന്ന റബ്ബേ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാ എന്ന ദിക്ർ നിങ്ങൾ 489 തവണ ചൊല്ലുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സമയം ഞാനിതിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കമൻറ്റിൽ ചോദിക്കണ്ട. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിലാണ് കേട്ടോ ചൊല്ലേണ്ടത്. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്താൽ മതി.
എണ്ണവും സൂറത്തുൽ ഫത്താഹ് ഒരൊറ്റ പ്രാവശ്യമാണ് ഓതേണ്ടത്. ഈ ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മാണ് 489 തവണ ചൊല്ലേണ്ടത്. അങ്ങനെ 21 ദിവസം കേട്ടോ. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. നിങ്ങൾ ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യാറുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ആത്മാർത്ഥമായിട്ട് എനിക്കും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം കേട്ടോ. ആരുടെ ദുആയാണ് അല്ലാഹ് സ്വീകരിക്കുക നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും എനിക്കും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് തുടർന്നും ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇനി നല്ലൊരു അറിവുമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത് വരാം കേട്ടോ.